ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ട കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഓവനിലല്ല റെഡിയാക്കി എടുക്കുന്നത്, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നതും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടില്ലേ, നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ പാലും ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 60 ml പാലൊഴിച്ച് കൊടുക്കാം. ആ ഒരു സെയിം കപ്പിൽ തന്നെ നിറച്ചല്ലാതെ, അതായത് ഒരു 50 ml സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇതാ കൈകുത്തി നോക്കുന്ന സമയത്ത് ചൂടായി തോന്നുകയാണെങ്കിൽ നമുക്ക് അന്നപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചൂടായി കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നേരെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ബൗൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിലൊരു ബൗളിലേക്ക് ഞാനിതാ ഈ ഒരു പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 80 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3 മുട്ടൻ്റെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് എഗ് യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. വൈറ്റ് നമുക്ക് മറ്റേ ബൗളിലേക്ക് മാറ്റാം. മഞ്ഞ നമുക്ക് ഈ ഒരു മൈദൻ്റെ കൂടെ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ മുട്ട ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ ഇവിടെ 3 മുട്ട അതുപോലെ ഒന്നിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ എഗ് യോക്ക് വൈറ്റിലാവാതെ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ്, അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെക്കുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ മൈദ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് എഗ് വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ഒരു 2nd 3rd സ്പീഡിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ഇത് ഓഫ് ചെയ്യാതെ തന്നെ ഇത് ബീറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മധുരം തന്നെ ഇതിൽ കറക്റ്റായിരുന്നു. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാനിതാ ഇതിലിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ബീറ്റായി വരിക എന്ന് വെച്ചാൽ നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യൂലേ, അപ്പം ആ ഒരു രീതിക്ക് ആയി കിട്ടും കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിക്ക് ആയി കിട്ടുന്നവരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ബീറ്റായിട്ട് നല്ലപോലെ ബീറ്റായി വരണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കുന്ന മുട്ടയൊന്നും യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ബീറ്ററിൻ്റെ ഒരു ബ്ലേഡിലൊന്നും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീം ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഇങ്ങനെ ബീറ്റർ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് പൊക്കി നോക്കുന്ന സമയത്ത് ഇതിന്നിങ്ങനെ ഉറ്റി പോവാത്ത രീതിയിൽ ആ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റാണ്, റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ എഗ് യോക്കും പിന്നെ മൈദയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് എഗ് വൈറ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ആ ഒരു എഗ് യോക്കിൽ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മൊത്തമായിട്ട് ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നായിട്ട് എന്താ പറയുക കുത്തിക്കോരി അങ്ങോട്ട് ഇളക്കാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ മിക്സ് മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ ഇതിലേക്കാക്കി ഞാനിതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാന് ഞാൻ അടുപ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ്. അതിലേക്ക് ഇതാ ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മളുടെ കേക്ക് ടിന്ന് ഇതാ ഇതിലേക്കൊന്നിങ്ങനെ കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. നേരെ മൂടി വെച്ചിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ദാ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ദാ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇറുക്കിൽ വെച്ചിട്ടോ നമുക്കിത് അതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ദാ ഇതിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ചൂടോട് കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഭാഗം ഇങ്ങനെ നമ്മളെന്താ പറയുക മുറിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയൊരു ക്രാക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് ഇത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ എന്താ പറയുക അത്രയ്ക്ക് സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ പൊട്ടി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല. തൈര് ചേർത്തിട്ടൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കുന്നത് കാണാം, പക്ഷെ അതൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വൈകിട്ട് ചായക്കൊക്കെ ഇതുപോലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.